ഈ യൂണിവേഴ്സ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് മൂവ്മെൻറ്റിലാണ്. അതിങ്ങനെ ഫുൾ ടൈം മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സാധനമാണ് യൂണിവേഴ്സ്. നമ്മളിങ്ങനെ ഒരു മാക്രോകോസത്തിലേക്കൊന്ന് പോയി നോക്കുക, മിൽക്കി വേ ഗാലക്സിയിലേക്കൊക്കെ ഒന്ന് നോക്കുക, സൗരയൂഥത്തിനെയൊക്കെ ഒന്ന് ദൂരെ നിന്നിട്ടിങ്ങനെ ഒരു CCTV ക്യാമറയിൽ നോക്കി എങ്ങനെ ഉണ്ടാവും എന്നുള്ളത് ചിന്തിച്ചു നോക്കുക. നല്ല രസമായിരിക്കും. ഗാലക്സികൾ മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന പ്രപഞ്ചത്തിലേക്കൊന്ന് നമ്മൾ യൂണിവേഴ്സ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് നിന്ന് എടുത്ത് നോക്കുക. എല്ലായിടത്തും ഒരു 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 മൂവ്മെൻറ്റാണ്. പ്രപഞ്ചം എന്ന് പറഞ്ഞാൽ തന്നെ ഒരു മൂവ്മെൻറ്റാണ്. മൂവിങ് മൂവിങ് മൂവിങ്. മാക്രോകോസം വിടുക, മൈക്രോകോസത്തിലേക്ക് വരിക. മൈക്രോകോസത്തിലേക്ക് പോകണ്ട, സ്വന്തം ഉള്ളിലേക്കൊന്ന് നോക്കുക, ശരീരത്തിൻ്റെ ഉള്ളിലേക്ക്. നമ്മളിങ്ങനെ ഇരിക്കുകയാണ് ഒരിടത്തെ. അപ്പോൾ ഒരാൾ ചോദിക്കുക എന്താ ചെയ്യുന്നത്? അപ്പോൾ നമ്മൾ പറയും ഒന്നുമില്ല, വെറുതെ ഇരിക്കുക, മിണ്ടാതിരിക്കുക എന്ന് പറയും. വെറുതെ ഇരിക്കുക. എവിടെ വെറുതെ ഇരിക്കുന്നത്? ഉള്ളിലേക്ക് ശ്രദ്ധിക്കൂ. ഇവിടെ ഒരു സാധനം ഇങ്ങനെ ബുംബും 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 അടിച്ചുകൊണ്ടേയിരിക്കുന്നു. ഇവിടെ രണ്ട് സാധനങ്ങൾ വലുതായും ചെറുതായും കൊണ്ടിരിക്കുന്നു. ഞരമ്പുകളുടെ ഉള്ളിലൂടെ ബ്ലഡ് കട പോയിക്കൊണ്ടിരിക്കുന്നു. ഫുൾ ടൈം ഓടിക്കൊണ്ടിരിക്കുന്നു. ഓരോ ബ്ലഡ് സെല്ലിൻ്റെ ഉള്ളിലും ഒരു ടാങ്കർ ലോറിയിൽ പെട്രോൾ പോലെ ഒരു എനർജി നിറച്ചിട്ട് ബ്ലഡിൻ്റെ ഉള്ളിലുള്ള ഓരോ സെല്ലുകൾ ശരീരത്തിലെ ഓരോ കോശങ്ങളിൽ ടാങ്കർ ലോറിയിൽ കൊണ്ടുപോയിട്ട് ആ എണ്ണ അവിടെ അൺലോഡ് ചെയ്തിട്ട് തിരിച്ചവിടുത്തെ വേസ്റ്റും കൊണ്ട് ഇങ്ങോട്ട് വന്നിട്ട് കൊട്ടികളയും. എങ്ങനെ ഉണ്ടാവും അത്? ഫുൾ ടൈം ശരീരത്തിൽ നമ്മുടെ ഉപാപചയ പ്രവർത്തന മേഖലയിൽ നിന്നും എനർജിയെ വലിച്ചെടുത്തിട്ട് ശരീരത്തിലെ ഓരോ കോശങ്ങളിലേക്കും കൊണ്ടുപോയി സപ്ലൈ ചെയ്യുകയും തൊട്ട് മുമ്പ് കൊണ്ടുപോയി കൊടുത്ത ഊർജം കത്തി വേസ്റ്റായിരിക്കുന്നതിനെ തിരിച്ചു കൊണ്ടുവന്നിട്ട് വിസർജനാവയവങ്ങളിലേക്ക് കൊടുക്കുകയും ചെയ്യുന്ന ഫുൾ ടൈം ഗതാഗത സംവിധാനം നടന്നുകൊണ്ടിരിക്കുന്നു. ഈ ശരീരം ഒരു ചെറിയൊരു മൈക്രോ സെക്കൻഡ് പോലും വെറുതെ ഇരിക്കുന്നില്ല. ഇതിലിങ്ങനെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഇതൊക്കെ ഒരു പണിയാണോ? അല്ല, ഇതെല്ലാം ഒരു ഡാൻസാണ്. ഫുൾ ടൈം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക. നിങ്ങളൊരു ആറ്റത്തിനകത്തേക്ക് പോകും, മൈക്രോകോസത്തിലേക്ക് പോകും. ഒരു ആറ്റത്തിനകത്ത് എന്താ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? കറങ്ങിക്കൊണ്ടിരിക്കുന്നു. സോ ദ യൂണിവേഴ്സ് ഈസ് ഡാൻസിങ്. ഇതിനെയാണ് നമ്മൾ ശിവതാണ്ഡവ എന്നൊക്കെ പറഞ്ഞാൽ റെപ്രസെൻ്റ് ചെയ്യുന്നത്. യൂണിവേഴ്സിൻ്റെ ഡാൻസിനെയാണ് ഉദ്ദേശിക്കുന്നത്. അല്ലാതെ എവിടെയെങ്കിലും ആരോ ഇരുന്ന് ഡാൻസ് ചെയ്യുന്നുണ്ടെന്നൊന്നും അല്ല അതിൻ്റെ അർത്ഥം. പ്രപഞ്ചത്തിൽ വലിയ അളവിലേക്ക് നമ്മൾ നോക്കിയാലും, പ്രപഞ്ചത്തിൻ്റെ സൂക്ഷ്മതയിലേക്ക് നമ്മൾ നോക്കിയാലും പ്രപഞ്ചം മുഴുവൻ ഒരു ഡാൻസിലാണ്. നമ്മുടെ ശരീരവും നമ്മുടെ മനസ്സും ഒക്കെ ഡാൻസിലാണ്. അപ്പം നമ്മളുടെ ശരീരത്തിന് നമ്മൾ മൂവ്മെൻറ്റ്സ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളുടെ മനസ്സിന് ഒരു ബ്ലിസ് ഉണ്ടാകും. ഡാൻസ് കാണുന്നവരായി, പാട്ട് കേൾക്കുന്നവരായി മാറി നമ്മൾ ഓഡിയൻസായി മാറി. മുമ്പ് അങ്ങനെ ആയിരുന്നില്ല. ആദിവാസികൾ അങ്ങനെയല്ല. ആദിവാസി സഹോദരങ്ങൾ അവരുടെ എന്ത് പരിപാടി ഉണ്ടെങ്കിലും അവർ ഡാൻസ് ചെയ്യും. അവരുടെ ഡാൻസ് അവർ ചെയ്യും. അവർ വായ കൊണ്ട് പാടും. അവരവരുടെ കൈയും കാലും കൊണ്ട് ഡാൻസ് ചെയ്യും. നമ്മളിപ്പോൾ എങ്ങനെയായി? എന്ത് പരിപാടി ഉണ്ടെങ്കിലും നമ്മൾ ഇരിക്കും. ആരെങ്കിലും വന്ന് പ്രൊഫഷണൽസ് ഡാൻസ് കളിക്കും, പാട്ട് പാടും, നമ്മൾ ഓഡിയൻസ്. നമ്മളിങ്ങനെ ലാസ്റ്റ് അങ്ങനെയായി മാറും. അതോടുകൂടെ നമ്മൾ കേടുവന്നു. നമ്മൾ പാടണം, നമ്മൾ കളിക്കണം. മൈൻഡ്ഫുൾ ആവും. നമ്മൾ ചെയ്തു നോക്കാം.